ഭാഗം 7 ശിശിരം. രചന അവതരണം മിത്രവിന്ദ. മേടയിൽ വീട്ടിൽ എല്ലാവരും മടങ്ങിയെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അന്നേ ദിവസം ആരും തന്നെ സതിയുടെ വീട്ടിലേക്ക് പോയതുമില്ല. ഗിരിജ ഫോണെടുത്ത് വിളിച്ചു നോക്കിയപ്പോൾ അമ്മു ആയിരുന്നു അവരോട് സംസാരിച്ചത്. അമ്മ കിടക്കുവാണെന്നും മരുന്ന് കഴിച്ച ക്ഷീണം കൊണ്ടാണെന്നും ശ്വാസം മുട്ടല് കുറവുണ്ടെന്നുമൊക്കെ അവൾ അവരോട് പറഞ്ഞു. ഒപ്പം തന്നെ പ്രിയയുടെ വീട്ടിലെ വിശേഷം തിരക്കിയ ശേഷമാണ് അവൾ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. അടുത്ത ദിവസം കാലത്തെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം തന്നെ അമ്മ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തു. അമ്മയ്ക്ക് മേലാതിരിക്കുന്നതുകൊണ്ട് അവൾ അവരെ അധികം അടുക്കളയിലേക്കൊന്നും കയറ്റിയതുമില്ല. മുറ്റം അടിച്ചു വാരിയ ശേഷം അവൾ അടുക്കളയിൽ പ്രവേശിച്ചു. ചോറും കറികളും കാപ്പിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൾ മേടയിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ ലീലമ്മായി മുറ്റത്ത് നിൽപ്പുണ്ട്. മോളെ, സതി എന്തേടി? എഴുന്നേറ്റില്ലമ്മായി. ആ ഗുളിക കഴിക്കുമ്പോൾ ഉറക്കം വരുവാന്ന് അമ്മ പറഞ്ഞു. ഡോസ് കൂടിയതാവും, അതിൻ്റെയാ. ആ അതെ. അമ്മായി അകത്താണോ? അവൾ പുട്ടുണ്ടാക്കാൻ തുടങ്ങുക. ഒന്ന് മൂളിയ ശേഷം അവൾ അകത്തേക്ക് കയറി ചെന്നു. അമ്മായി. ഓ, ഇവിടെ ഉണ്ട് മോളെ, ഇങ്ങോട്ട് വായോ. നാളികേരം തിരുമ്മിക്കൊണ്ട് നിൽക്കുന്ന ഗിരിജയുടെ അടുത്തേക്ക് അവൾ ചെന്നിട്ട് താൻ ചിരകിത്തരാമെന്ന് പറഞ്ഞു. എങ്കിലും മുകളിലെ നിലയിൽ ചെന്നിട്ട് യദുവിൻ്റെ മുറിയൊന്ന് അടിച്ചു വാരിയിടാൻ അവരവളോട് ആവശ്യപ്പെട്ടു. അടിച്ചുവാരിയും ചൂലുമെടുത്ത് അവൾ സ്റ്റെപ്സ് കയറി ചെന്നപ്പോൾ യദു കുളിക്കുവാണ്. ബെഡ്ഷീറ്റൊക്കെ നന്നായി വിരിച്ചാണ് ആളിട്ടിരിക്കുന്നത്. മേശപ്പുറത്ത് കുറച്ച് ബുക്സ് മാത്രം നിരന്ന് കിടപ്പുണ്ട്. അതൊക്കെ അടുക്കി പെറുക്കി വെച്ച ശേഷം കട്ടിലിൻ്റെ അടിവശമെല്ലാം തൂത്ത് വൃത്തിയാക്കി. മേശയുടെ കോണിൽ അടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു 2 സിഗരറ്റ് കുറ്റികൾ അവളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. അടിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് അവളത് എടുത്തു പിടിച്ചു. ചുളിഞ്ഞ മുഖത്തോടെ നോക്കിയത് യദുവിൻ്റെ മുഖത്തേക്കായിരുന്നു. ഇതെന്താ യദുവേട്ടാ, ഈ സിഗരറ്റ് കുറ്റികൾ എങ്ങനെയാ മുറിയിൽ വന്നത്? അമ്മു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതിന് മറുപടി ഒന്നും പറയാതെ ഒരൽപ്പം പരിങ്ങലോടുകൂടി ഏതോ നനഞ്ഞ തോർത്തും പുതച്ച് അലമാരയുടെ അടുത്തേക്ക് നീങ്ങി. ചോദിച്ചതിന് ഉത്തരം തന്നില്ലെങ്കിൽ സാരില്ല, ഞാൻ അമ്മയെ കാണിച്ചോളാം. അതുമായിട്ട് അമ്മു വാതിൽക്കലേക്ക് ചെന്നതും ഏതോ പിന്നിൽ നിന്നും അവളെ പിടിച്ചു വലിച്ചു. എന്നിട്ട് വലത് കൈയിലിരിക്കുന്ന സിഗരറ്റ് കുറ്റി മേടിച്ചെടുക്കുവാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അമ്മായിന്ന് ഉറക്ക വിളിക്കാൻ തുടങ്ങിയതും അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അവളെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. ഡി, ഇവിടെ കിടന്ന് നിലവിളിച്ചാലുണ്ടല്ലോ, നീ വിവരം അറിയും കേട്ടോ. മര്യാദയാണെങ്കിൽ മര്യാദ. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി മേടിച്ചെടുക്കാൻ നോക്കി. നീ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് എങ്ങനെങ്കിലും ഇതാരുടെയെങ്കിലും കാതിലെത്തിയാൽ അത് നീ പറഞ്ഞു മാത്രമായിരിക്കും, കേട്ടല്ലോ. യദു അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അമ്മു അവളുടെ വലത് കൈ അവൻ്റെ നേർക്ക് നീട്ടി. സത്യം ചെയ്യ, ഇനി ഇത് ആവർത്തിക്കില്ലെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മു അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പക്ഷെ യദു ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ടീഷർട്ട് എടുത്തിടുകയാണ്. യദുവേട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ യദുവേട്ടൻ? അവൾ പിന്നെയും ചോദിച്ചു. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ അമ്മായിയോട് പറഞ്ഞോളാം, അത്രയും കാര്യമല്ലേ ഉള്ളൂ. നീ പറഞ്ഞു, നകുലിൻ്റെ കാര്യം ഞാനും പറഞ്ഞു കൊടുക്കും. എന്തേ? ഒരീണത്തിൽ അവൻ അമ്മുവിനെ നോക്കി ചൊല്ലിക്കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ താഴേക്ക് ഇറങ്ങിപ്പോയി. മുറിയെല്ലാം അടിച്ചുമാരി വൃത്തിയാക്കി ഇട്ട ശേഷം അവളും താഴേക്ക് ചെന്നപ്പോൾ കിച്ചണിരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. അമ്മു അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് പോകണ്ടേ പെണ്ണെ? വേണം കിച്ചേട്ടാ, നേരം 7:30 ആയില്ലേ. അവൾ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. പോകാൻ നോക്ക് കേട്ടോ, ഇല്ലെങ്കിൽ നേരം വൈകും. ആ പോയേക്കോ ഏട്ടാ, ചെന്നിട്ട് കുളിച്ചൊരുങ്ങിയാൽ മതി. ബാക്കി ജോലികളൊക്കെ തീർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അടിച്ചു വാരിയതെല്ലാം കൊണ്ടുപോയി അവൾ പുറത്ത് കൊട്ടിക്കളഞ്ഞു.
അധികമൊന്നും ചവറില്ല. എല്ലാം വൃത്തിക്കാണ് അവൻ ഇട്ടിരിക്കുന്നത്. അമ്മു വീണ്ടും അടുക്കളയിലേക്ക് വന്നപ്പോൾ യദു തന്റെ താടിയും തടവി അവിടെ നിൽപ്പുണ്ട്. നകുലിന്റെ കാര്യം ഇവിടെ എല്ലാരും അറിഞ്ഞാൽ നാണക്കേടാ. പിന്നെ അപ്പച്ചിക്ക് ടെൻഷൻ കൂടും. അതുകൊണ്ട് എങ്ങനെ വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. ശബ്ദം താഴ്ത്തി അമ്മുവിനോട് പറഞ്ഞ ശേഷം യദു കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് തിരിഞ്ഞിറങ്ങിപ്പോയി. അമ്മു അവളുടെ വീട്ടിലേക്ക് വന്നു. കുളിച്ചിറങ്ങി വന്ന ശേഷം ഒരു ചുരിദാർ എടുത്തിട്ടുകൊണ്ട് വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും സതി അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു കഴിഞ്ഞിരുന്നു. ദോശയും ചമ്മന്തിയുമായിരുന്നു കാലത്തെ. ഒരെണ്ണം എടുത്ത് അവൾ പെട്ടെന്ന് കഴിച്ചു തീർത്തു. എന്നിട്ട് അമ്മയ്ക്കുള്ള ഗുളികയും മരുന്നും ഒക്കെ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. നനഞ്ഞ മുടി ഒന്നുകൂടെ തോർത്ത് ചുറ്റിക്കെട്ടി ഓടിപ്പോയി റെഡിയായി. അമ്മേ, എന്തെങ്കിലും വിഷമം തോന്നിയാൽ എന്നെ വിളിക്കണേ. പിന്നെ അമ്മായി വന്ന് കൂട്ടിരുന്നോളും. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോന്നേ. അമ്മ സമയത്തിന് ആഹാരം കഴിച്ചോണം, മരുന്നും കൃത്യമായിട്ട് കഴിച്ചോണം കേട്ടോ. മുഖത്തൽപ്പം പൗഡർ എടുത്ത് പൂശിക്കൊണ്ട് അമ്മു തിരിഞ്ഞു നിന്ന് അവരോട് പറഞ്ഞു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, ക്ഷീണമൊക്കെ പോയെന്നേ. അറിയാമേ, എന്നാലും വല്ല ശ്വാസതടസ്സം ഉണ്ടായാലോ? അമ്മ പറഞ്ഞേക്കണം, വെച്ചോണ്ടിരുന്നേക്കരുതേ. മതി പറഞ്ഞത്, നീ പോകാൻ നോക്ക്, നേരം പോയി. അവളുടെ ബാഗ് എടുത്ത് അരഭിത്തിയിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം സതി കസേരയിലിരുന്നു. മുടിയും കുളിപ്പിന്നൽ പിന്നെ ഇട്ടുകൊണ്ട് അമ്മ ഓടിയിറങ്ങി വന്നു. അമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് ബാഗ് എടുത്ത് തോളിൽ തൂക്കി. പോയിട്ട് വരാം, പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചോണം, അവൾ വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ട് വരുമ്പത്തോടെ ഓടി. കാലത്തെ ചായകുടിയും ഒക്കെ കഴിഞ്ഞ് ഗിരിജയും നാത്തൂനും വെറുതെ സൊറ പറഞ്ഞുകൊണ്ട് അരഭിത്തിയിലിരിക്കുകയാണ്. അപ്പോഴാണ് പ്രിയമോളുടെ ഫോൺ കോൾ വരുന്നത്. ഹലോ മോളെ. അമ്മേ, തിരക്കാണോ? അല്ലടി മോളെ, എന്താടി വിളിച്ചത്? ഈ കാര്യം പറഞ്ഞു. ഒന്നുമില്ലമ്മേ, ഒരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. എന്താടി അത്? വിശേഷമല്ലോ ആയോ മോളെ? ശോ, ഈ അമ്മയുടെ ഒരു കാര്യം, അതൊന്നും അല്ലെന്നേ. പിന്നെന്താടി? അതോ, ഒരു വെടിക്ക് 2 പക്ഷിയെന്ന് അമ്മ കേട്ടിട്ടില്ലേ? അത് തന്നെ. ഇങ്ങനെ വളച്ചു കെട്ടാതെ ഈ കാര്യം പറയുന്നുണ്ടോ? പറയൂന്നേ, ഒരു മിനിറ്റ്, ഞാൻ അമ്മയുടെ കൊടുക്കാം. അവൾ മനോജിന്റെ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറിയെന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി. ഹലോ ഗിരിജമ്മേ. എന്താ ചേച്ചി, എന്താ കാര്യം? ഇവള് കുറേ നേരമായിട്ട് ഉരുണ്ട് കളിക്കുന്നു. നമ്മുടെ കിച്ചനും യദുവിനും ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഒരാള് ഇന്നലെ ചേച്ചി ഇവിടെ വന്നപ്പോ കണ്ട കുട്ടിയാ, ശ്രുതി. അവള് ടീച്ചറാ. ചേച്ചിക്ക് അവളെ അറിയാലോ അല്ലേ? നമ്മുടെ കിച്ചന് വേണ്ടി അവളെ ആലോചിക്കാമെന്നോർത്തായിരുന്നു. ഞാനും പ്രിയമോളും ഈ കാര്യം ശ്രുതിയുടെ വീട്ടിൽ സംസാരിച്ചു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇനി ജാതകങ്ങളൊന്ന് നോക്കണം. പ്രിയമോള് കിച്ചന്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയവുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാം കേട്ടതും ഗിരിജയ്ക്ക് സന്തോഷമായിരുന്നു. കാരണം തലേ ദിവസം ശ്രുതിയെ കണ്ടപ്പോൾ ഗിരിജയും ആഗ്രഹിച്ചിരുന്നു തന്റെ മകന്റെ ഭാര്യയായി ആ കുട്ടി വന്നിരുന്നെങ്കിലെന്ന്. ഗിരിജയ്ക്ക് അവളെ ഇഷ്ടായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി ആ കുട്ടിയെ. നല്ല മോളാണ്. എൻ്റെ കിച്ചന് അവൾ നന്നായി ചേരും. അതെ, പ്രിയയ്ക്കും ഒരുപാട് ഇഷ്ടം അവളെ. ആളൊരു പാവമാണ് കേട്ടോ. പിന്നെ ഇക്കാര്യം സംസാരിക്കാനായി ഞാൻ എൻ്റെ മൂത്ത അമ്മാവനെ ഒന്ന് വിളിച്ചു. ആകെ കൂടി ഞങ്ങളുടെ കുടുംബത്തിൽ കാരണവരായിട്ടുള്ളത് ആ അമ്മാവനാണ്. അങ്ങനെ വിളിച്ചപ്പോഴാ പറയുന്നേ, അമ്മാവിൻ്റെ ഏറ്റവും ഇളയ മകൻ ദത്തൻ. ഏട്ടൻ്റെ മകൾ മീനാക്ഷി 2 മാസം ആയതേ ഉള്ളൂ പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി കയറിയിട്ട്. അവർക്കൊരു ഗവൺമെന്റ് ജോലിക്കാരനെ വേണമെന്ന്. ആ കുട്ടിക്കും ഇപ്പൊ കല്യാണ സമയമാണെന്ന്. ഞാൻ ഈ കാര്യം പ്രിയമോളോട് പറഞ്ഞപ്പോൾ യദുവിന് വേണ്ടി ആലോചിച്ചാലോ എന്ന് മോള് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് സംസാരിക്കാനാ ഞങ്ങൾ 2 ആളും കൂടി കാലത്തെ ഗിരിജയെ വിളിച്ചത്. എല്ലാം കേട്ടതും ഗിരിജയ്ക്ക് സന്തോഷം കൊണ്ട് മതിമറന്ന അവസ്ഥയാണ്. 2 മക്കളുടെയും ഡേറ്റ് ഓഫ് ബർത്തും ടൈമും കൃത്യമായിട്ട് ഗിരിജ പറഞ്ഞു കൊടുത്തു.
എന്നിട്ട് പൊരുത്തം നോക്കുവാൻ മകളെ ഏൽപ്പിച്ചു. ജാതകവശാൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഗിരിജ അറിയിച്ചത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ലീലയമ്മയ്ക്കും സന്തോഷമായി. സതി താഴെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ, എങ്കിൽ പിന്നെ നമുക്ക് അവളുടെ അടുത്തൊന്ന് പോകാം. ഈ കാര്യങ്ങളൊക്കെ അവളെ ഒന്ന് അറിയിക്കാം. ഇരുവരും കൂടി സതിയുടെ വീട്ടിലേക്ക് പോയി. എല്ലാം എത്രയും പെട്ടെന്ന് മംഗളമായി നടക്കട്ടെ എന്നാണ് സതി പറഞ്ഞത്. ഉച്ചയ്ക്കും ഇടവിട്ടുള്ള നേരങ്ങളിലുമൊക്കെ അമ്മു സതിയമ്മയുടെ വിവരം തിരക്കി ഫോൺ വിളിക്കാറുണ്ട്. അമ്മായി തനിക്ക് കൂട്ടായിട്ടുണ്ടെന്ന് സതി പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവളുടെ ചിന്ത. അങ്ങനെ 4 മണിയായപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മു വേഗത്തിൽ ഇറങ്ങി. മഴയ്ക്ക് നല്ല കാറും കോളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചു പോകാമെന്ന് കരുതി അവൾ ജംഗ്ഷനിലേക്ക് നടന്നു. അപ്പോഴാണ് നകുലിന്റെ വണ്ടി അവൾ കണ്ടത്. അമ്മുവിന് അവളുടെ കാലുകൾ വിറച്ചു. ഒരു വഷളൻ ചിരിയോടുകൂടി തന്റെ താടിയൊക്കെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞ് അവൻ അമ്മുവിനെ നോക്കി നിന്നു. നീ എങ്ങോട്ടാ ഈ മഴ വരുന്ന നേരത്ത്? അവൾ അടുത്തെത്തിയതും നകുലൻ ശബ്ദമുയർത്തി. ഞാനൊരു ഓട്ടോയിൽ വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാ. കേറ്, ഞാൻ കൊണ്ടിറക്കാം നിന്നെ. വേണ്ട, ഞാൻ ഇന്നും ഒറ്റയ്ക്കാ പോകുന്നേ. ഇനി അങ്ങനെ തന്നെ മതി. എനിക്കാരുടെ സഹായം വേണ്ട. അവൾ ഗൗരവത്തിൽ നകുലിന് മറുപടി നൽകി. മര്യാദയ്ക്ക് വണ്ടിയിൽ കയറടി, ഇല്ലെങ്കിൽ ഇവിടെ ഒരു സീനാകും. നകുലേട്ടന്റെ ജോലി നോക്ക്. എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഒന്നാമത് എൻ്റെ അമ്മയ്ക്ക് വയ്യ. ആകെ കൂടി എൻ്റെ അമ്മയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അത് പറയുകയും അവളുടെ ശബ്ദം നേർത്തുപോയി. അപ്പച്ചിക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് സുഖമില്ല. നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ്. ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. അമ്മ ഇപ്പോൾ അംഗനവാടിയിലെ ജോലി ഉപേക്ഷിച്ച് വീട്ടിലിരിപ്പാണ്. ആകെ കൂടി ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ ഈ വരുമാനം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് നകുലേട്ടനൊരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുവാണ്. ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം, പ്ലീസ്. മിഴികൾ നിറച്ചുകൊണ്ട് പറയുന്നവളെ അവനൊന്ന് അടിമുടി നോക്കി. തലേ ദിവസം അവനിൽ നിന്ന് നേരിട്ട കാര്യങ്ങൾ ഓർക്കുമ്പോൾ അമ്മുവിന് സത്യത്തിൽ പേടിച്ചിട്ട് വയ്യായിരുന്നു. എങ്കിലും ഇത് ടൗൺ ആയതുകൊണ്ട് അവൾ അല്പം ബലം പ്രയോഗിച്ച് നിന്നത്. അവന്റെ വിളച്ചിലുകളൊന്നും തന്റെ നേർക്ക് വരില്ലെന്ന് ഓർത്ത് അവൾ ധൈര്യം സംഭരിച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ചത്. നീ ഇപ്പോൾ വണ്ടി കയറ്, ഞാൻ കൊണ്ടുപോയി വിടാം. മഴത്തുള്ളികൾ അവളുടെ ദേഹത്തേക്ക് പതിച്ചപ്പോൾ നകുലൻ അമ്മുവിനെ നോക്കി പറഞ്ഞു. വേണ്ടെന്ന് നകുലേട്ട, ഞാനൊരു ഓട്ടോയ്ക്ക് പൊയ്ക്കോളാം. ഒന്നും നോക്കാതെ കൊണ്ട് അമ്മു വേഗന്ന് ഒരു ഓട്ടോ കൈ കാണിച്ചു വിളിച്ചു. അത് കണ്ടതും അവന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. ഞാൻ പോവാ. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്, അപേക്ഷയാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അമ്മു പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയിൽ കയറി. അതിൽ കയറിയ ശേഷമാണ് അവളൊന്ന് ശ്വാസം എടുത്തു വലിച്ചത്. മിക്കവാറും കാണുമ്പോൾ അവനെ നല്ല വെള്ളത്തിന്റെ മണമാണ്, ഒപ്പം സിഗരറ്റിന്റെയും. ഇന്നെന്തോ കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അടുത്തുനിന്ന് സംസാരിച്ചപ്പോൾ സിഗരറ്റിന്റെ മണം മാത്രമേ വന്നുള്ളൂ എന്ന് അമ്മ ഓർത്തു. ഇടയ്ക്കൊക്കെ അവൾ ഓട്ടോയുടെ പിന്നിലെ പ്ലാസ്റ്റിക് കവറിൽ കൂടി നകുലൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അത്രമാത്രം പേടിയാണ് അവൾക്ക് നകുലനെ. വീട്ടിലെത്തിയ ശേഷം അമ്മയെ കണ്ടപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. അമ്മേ, എന്തെങ്കിലും വയ്യാഴിക ഉണ്ടായിരുന്നോ? കൃത്യസമയത്ത് മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഗിരിജമ്മായി എപ്പോഴാ പോയേ? താൻ മേടിച്ചുകൊണ്ട് വന്നിരുന്ന കവറുപാല് പൊട്ടിച്ച് ഒരു ചരുവത്തിലേക്ക് ഒഴിച്ച് ചായയ്ക്ക് വെക്കുകയാണ് അമ്മു. ഒപ്പം ഒരു 100 ചോദ്യങ്ങളും. ആ സമയത്താണ് യദുവിനും കിച്ചനും വന്ന വിവാഹ ആലോചനകളെക്കുറിച്ച് സതി മകളോട് പറഞ്ഞത്. കേട്ടപ്പോൾ സന്തോഷം കൊണ്ടവൾ തുള്ളിച്ചാടി. 2 ആളുടെയും വിവാഹം പെട്ടെന്ന് നടന്നാൽ മതിയായിരുന്നു. അമ്മേ,
അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ? പെൺകുട്ടികളെ കാണാൻ എങ്ങനെയുണ്ട്? അമ്മായി എന്താ പറഞ്ഞേ? പ്രിയമോളും മറ്റും കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. ജാതകങ്ങളൊക്കെ നല്ല പൊരുത്തമുണ്ടെന്ന്. ഈ ഞായറാഴ്ച പെണ്ണുകാണൽ ചടങ്ങ് നടത്താമെന്നാണ് അറിയിച്ചത്. ഇനി യദുക്കുട്ടന്റെയും കിച്ചന്റെയും തീരുമാനം അറിയണം. അതാണോ വലുത്? അവരൊക്കെ എന്ത് തീരുമാനിക്കാനാണ്? നല്ല ബന്ധമാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാലോ. പിന്നെ പ്രിയേച്ചിക്ക് അറിയുന്ന കുട്ടികളായകൊണ്ട് വേറെ എന്താമേ കുഴപ്പം? ഇതവർക്ക് അനുയോജ്യമായ ബന്ധം തന്നെയാണ്. രണ്ടാളും കൂടി വിവാഹകാര്യം സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് യദു അവിടേക്ക് വന്നത്. അവൻ ഓഫീസിൽ നിന്നും നേരെ അപ്പച്ചിയുടെ അരികിലാണ് വന്നത്, രോഗവിവരങ്ങൾ തിരക്കുവാനായി. അമ്മുവും സതിയും വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖവുമായി നിൽക്കുന്ന കണ്ടപ്പോൾ യദുവിന് കാര്യം പിടികിട്ടിയില്ല. അമ്മുവാണ് ഒരു പ്രത്യേക താളത്തിലും ഈണത്തിലുമൊക്കെ വിവാഹ ആലോചനയെക്കുറിച്ച് അവനോട് പറഞ്ഞത്. കേട്ടതും യദുവിന്റെ മുഖം വാടി. യദുവേട്ടാ, പോസ്റ്റ് ഓഫീസിലെ ജോലി എന്നൊക്കെ പറയുമ്പോൾ തരക്കേടില്ലാത്ത ശമ്പളം കിട്ടില്ലേ? പ്രിയേച്ചി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ കാണാനും തരക്കേടില്ല. നല്ല പെൺകുട്ടിയായിരിക്കും. രണ്ടാളുടെയും കല്യാണം അടിച്ചു പൊളിക്കേണ്ടതാ. ഈ ആഴ്ച തന്നെ പൊയ്ക്കോണം കേട്ടോ ഏട്ടനാ കുട്ടിയെ കാണാന്. അതീവ താല്പര്യത്തോടു കൂടി അവന്റെ വിവാഹത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുന്ന അമ്മുവിനെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി. എന്നിട്ട് മെല്ലെ തല കുലുക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് നടന്നു. അവളുടെ ഉള്ളിൽ ഒരിക്കലും തന്നോട് പ്രണയം എന്നൊരു വികാരമില്ലെന്ന് അവന് മനസ്സിലാകുകയായിരുന്നു. വർദ്ധിച്ചു വന്ന വിഷമത്തോടെ യദു പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് കയറി.